നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ എന്താ അവളോട് പറയേണ്ടത്? എന്തിനാ ഈ ജന്മം നീ എനിക്ക് അവളെ കാണിച്ചു തന്നത്? ഇങ്ങനെ സങ്കടപ്പെടുത്താനായിരുന്നെങ്കിൽ അത് വേണ്ടായിരുന്നല്ലോ. പരസ്പരം അറിയാത്തവരായി ഈ ഭൂമിയിൽ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ജീവിക്കുമായിരുന്നല്ലോ. എന്തിനാ എന്നോട് ഈ ചതി ചെയ്തത്? ഞാനിനി എന്താ ചെയ്യേണ്ടത്? എന്ത് പറഞ്ഞാ ഞാൻ എൻ്റെ സത്യം അവളെന്ന് ബോധിപ്പിക്കുന്നേ? പറ, നീ തന്നെ പറ, ഞാൻ എന്താ വേണ്ടത്? ഈ പാലെങ്ങനെയെങ്കിലും ആ പെണ്ണിനെ കൊണ്ട് കുടിപ്പിക്കണം. എന്നതാ ഇതിനകത്ത് കലക്കിയേക്കുന്നേ? വിഷവോ അതോ ഗർഭം കലക്കിയോ? ഏട്ടത്തി എന്നെ തന്നെ ഇതൊക്കെ അറിയുന്നേ? പറയുന്ന പണി അങ്ങ് മര്യാദയ്ക്ക് ചെയ്താ പോരെ? പറയുന്നതൊക്കെ ഇത്തരം നീചപ്രവർത്തികളല്ലേ? എന്നാ പിന്നെ നിങ്ങൾ അങ്ങ് രാജിവെച്ചു പോ. രാജിവെച്ചു പോകാൻ ഇത് സർക്കാർ സർവീസ് ഒന്നും അല്ലല്ലോ. അപ്പൊ ആ ബോധമൊക്കെ ഉണ്ടല്ലേ? എന്നാ പിന്നെ പട്ടിണി കിടന്ന് ചാവുണ്ടാന്നുണ്ടെങ്കിലേ കണ്ണടച്ച് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞങ്ങ് നടന്നേക്കണം. മനസാക്ഷി അതിന് സമ്മതിക്കത്തില്ല ഓനച്ച. മനസാക്ഷി മണ്ണാൻ കട്ട. അതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലേ ജീവിക്കാൻ പറ്റുമോ ഏട്ടത്തി? നന്മയും വിപ്ലവവും ഒക്കെ രാഷ്ട്രീയക്കാർക്ക് പ്രസംഗിക്കാനേ കൊള്ളത്തുള്ളൂ. ഈ പ്രസംഗിച്ച് നടക്കുന്നവന്മാർ പോലും ഉടായ്പിന്റെ ഉസ്താക്കളാ. പിന്നല്ലേ പാവം നമ്മൾ ജനം. നമുക്ക് ജീവിക്കണമെങ്കിൽ കണ്ണും മൂക്കും നാക്കും ഒക്കെ സൗകര്യം പോലെ അടച്ചു പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോണം. എല്ലാത്തിനും ഒരു പരിധിയില്ലേ ഓനച്ച? എന്തോ ആ കൊച്ചിനെ ചതിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതൊരു നല്ല വീട്ടിലെ കൊച്ച. ഗതികേടുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയതാ. ഓ പിന്നെ എന്നാ ഗതികേട്? വയറുമീപ്പിച്ച് വല്ലവന്റെ കൂടെയൊക്കെ ഒളിച്ചോടുന്നതാണോ ഗതികേട്? അതെന്തോ ആ കൊച്ചിനൊരു കയ്യബദ്ധം പറ്റിയതാ. ആ കയ്യബദ്ധത്തിന്റെ പേരാണ് തോന്നിയവാസം. അവൾ സ്വയം വരുത്തി വെച്ച വിനയല്ലേ? അനുഭവിച്ച് തന്നെ തീരണം. കർത്താവ് തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാലും രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടത്തി എന്തായാലും ഈ പാലം കൊണ്ടുകൊടു. ബാക്കിക്കാര് അതിന്റെ തലവര പോലെ നടക്കും. ചൂട് പോകുന്നതിന് മുമ്പ് വേഗം കൊണ്ട് കൊടുക്ക്. എല്ലാം ഓക്കെ അല്ലോ അനച്ച? നമുക്ക് പാല് കൊടുത്തോ? ഓ മോളെ, എന്താ ചേട്ടത്തെ? ഇത് കുടിക്കേ. പാല മോള് കുടിക്കേ. എനിക്ക് ഇപ്പൊ വേണ്ട ചേട്ടത്തെ. ഞാനിവിടെ വെച്ചോളാം. മോള് പിന്നെടുത്ത് കുടിക്കണം കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചാ മോക്ക് അലോഹ്യം തോന്നൂ? എന്താ ചേട്ടത്തി? മോക്ക് അമ്മയെ കാണാൻ തോന്നുന്നില്ലേ? മോക്കങ്ങനെ തോന്നാറില്ലെങ്കിലും അമ്മയ്ക്ക് മോളെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ?
ഞാനതൊന്നും ഇപ്പോ മനപ്പുറം ഓർക്കാറില്ല ചേട്ടത്തി. അതെന്നാ? എന്റെ മനസ്സിലിപ്പോ എന്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ. മോളുടെ അമ്മയുടെ മനസ്സിലും ചിലപ്പോ അങ്ങനെ തന്നെയാവില്ലേ? മനപ്പുറം കുത്തി നോവിക്കാൻ വന്നാണോ? ഞാൻ നോവിച്ചാലും ഇല്ലെങ്കിലും മോക്ക് നോവും. ഞാനും ഒരമ്മയാ. എനിക്ക് മോളെ മനസ്സിലാവും, മോളുടെ അമ്മയും മനസ്സിലാവും. ഞാനൊരു ഇത്തിരി നേരം സ്വസ്ഥായിട്ടിരുന്നോട്ടെ. ഇരുന്നോട്ടേന്ന് മാത്രം പറഞ്ഞാ മതി. സ്വസ്ഥതയുണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഏട്ടത്തിക്ക് എന്നോട് വിരോധം വല്ലതും ഉണ്ടോ? ഇതുവരെ ഇല്ല. നല്ല സ്നേഹമുണ്ട് താനും. അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ശരി, ഇനി ഞാൻ ഉപദ്രവിക്കാൻ വരുന്നില്ല. മോളുടെ ജീവിതം മോളുടേത് മാത്ര. അതെങ്ങനെ വേണം തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും മോക്കുണ്ട്. ആ, ഈ പാലെടുത്ത് കുടിക്കണം. എന്നോടുള്ള പിണക്കം ഈ പാലിനോട് കാണിക്കണ്ട. ഇനി എന്തു ചെയ്യും? കഷ്ടായിപ്പോയല്ലോ. പാല് മുഴുവൻ പോയി. മുതലാളി അറിഞ്ഞ എന്നെ കൊല്ലും. സമയാസമയങ്ങളിൽ മോക്ക് പോഷകാഹാരം കൊടുക്കണമെന്നാ ഉത്തരവ്. ഞാനൊരു കാര്യം ചെയ്യാം. ആരും കാണാതെ വേറെ പാലെടുത്തോണ്ട് വരാം. വേണ്ട ചേട്ടത്തി, വെറുതെ ബുദ്ധിമുട്ടണ്ട. എന്നാ ശരി, മോളിത് ആരോടും പറയരുത് കേട്ടോ. മുതലാളിയോ മറ്റോ ഒന്ന് ചോദിച്ചാ ഞാൻ പാല് കൊണ്ട് തന്നുവെന്നും മോള് കുടിച്ചു എന്നും പറഞ്ഞാ മതി കേട്ടോ.